എന്താണ് അക്കൗണ്ടിങ്, അതുപോലെ തന്നെ എന്താണ് ഫിനാൻഷ്യൽ ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്നുള്ളതാണ് നോക്കുന്നത്. സോ ഫസ്റ്റ് എന്താണ് അക്കൗണ്ടിങ്? ജസ്റ്റ് ഞാനൊരു സ്റ്റോറി പോലെ പറയാം. ഞാനിപ്പം ഒരു കേക്ക് ഷോപ്പ് നടത്തുന്ന ഒരാളാണ്. ഞാൻ തന്നെ സാധനം മേടിച്ച് ഞാൻ തന്നെ കേക്ക് ഉണ്ടാക്കി ഞാൻ തന്നെ വിൽക്കുന്നു. സോ അങ്ങനെ എനിക്കൊരു കേക്ക് ഷോപ്പുണ്ട്. സോ ഈ നവംബർ മാസത്തിലുള്ള എല്ലാ ട്രാൻസാക്ഷൻസും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാനൊരു ബുക്കിൽ എന്ത് ചെയ്തിട്ടുണ്ട്, റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്. സോ ഫസ്റ്റ് എന്താണ്, എനിക്ക് ഈ ഒരു മാസം ഒരു നവംബർ 5-ന് പർച്ചേസ് വന്നിട്ടുണ്ട്. അതിന് എനിക്കൊരു $200 വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 8th ഒക്കെ ആയപ്പം എഗെയിൻ വീണ്ടും ഒരു പർച്ചേസ് ഒരു $800 വന്നിട്ടുണ്ട്. ഒരു നവംബർ 10th ആയപ്പോഴത്തേനും ഞാനൊരു റെഡ് വെൽവെറ്റ് കേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, വിറ്റിട്ടുണ്ട്. ഞാനൊരാൾക്ക് സെല് ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെ എനിക്കൊരു $1000 കിട്ടി. ദെൻ 15 ആയപ്പോഴത്തേനും വീണ്ടും ഒരു പർച്ചേസ് വന്നു. പർച്ചേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ചിലപ്പം മൈദയോ മുട്ടയോ പാലോ അങ്ങനെ അതിന് വേണ്ടിയിട്ട് വന്ന ചിലവുകളാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു 20th ആയപ്പോഴത്തേനും ഞാൻ എന്ത് ചെയ്തു, ഒരു ചോക്ലേറ്റ് കേക്ക് വിറ്റു. അതും 1000 റുപ്പീസിനാണെന്ന് വിചാരിക്കുക. സോ ഇതൊക്കെയാണ് എൻ്റെ കമ്പനിയിൽ ഈ മാസം നവംബർ എന്ന് പറയുന്ന മാസം നടന്ന ട്രാൻസാക്ഷൻസ്. ഇത്രയുമാണ് ട്രാൻസാക്ഷൻസ് നടന്നത്. എൻ്റെ കമ്പനിയിലെ ഈ ട്രാൻസാക്ഷൻസ് എല്ലാം ഞാൻ എഗെയിൻ ഇതൊന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് തരം തിരിച്ച് എഴുതുവാണെന്ന് വിചാരിക്കുക. അതായത് എൻ്റെ കമ്പനിയിൽ എനിക്ക് വന്ന മൊത്തം എക്സ്പെൻസസിനെ ഒരു ഹെഡിൽ, അതുപോലെ തന്നെ എനിക്കുണ്ടായ സെയിൽസ് ഒരു ഹെഡിൽ, അങ്ങനെ ഞാൻ രണ്ടായിട്ടിനെ തരം തിരിച്ചു. സോ ഇവിടെ നമുക്ക് വന്ന പർച്ചേസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് നമ്മുടെ എക്സ്പെൻസ്. സോ ഈ 200, ഈ 800 ആൻഡ് പർച്ചേസ് ഈ ഒരു 200, ടോട്ടലി 1200 എന്താണ് എൻ്റെ എക്സ്പെൻസാണ്. സോ എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ ഇവിടെ ആ 200, അതുപോലെ തന്നെ 800, എഗെയിൻ ഒരു 200 ഉണ്ട്. ഇതെഴുതി എൻ്റെ എക്സ്പെൻസ് 1200 ആയിട്ട് കാണിച്ചു. ഇനി ഞാൻ ഇവിടെ നടത്തിയ സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ടെണ്ണമാണ് നമുക്കുണ്ടായ സെയിൽസ്. ഒരു 1000, വീണ്ടും എഗെയിൻ ഒരു $1000, ടോട്ടലി $2000 സെയിൽസ് നമുക്ക് വന്നിട്ടുണ്ട്. സോ നമുക്കത് എഴുതാം. 1000 അങ്ങനെ നമുക്കൊരു $2000 സെയിൽസ് നടന്നിട്ടുണ്ട്. ഇത് നമ്മളിവിടെ ഇപ്പം എന്താണ് ചെയ്തത്, 2 ഹെഡ്സിലായിട്ട് ഇതിനെ എഴുതി. ഇങ്ങനെ വാരി വലിച്ചെഴുതിയ സാധനം 2 ഹെഡ്സിലാക്കി നമ്മൾ എഴുതി. അതാണ് നമ്മളിപ്പം ചെയ്തത്. അപ്പം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായി 1200 ചിലവാക്കി 2000 രൂപ നമ്മുടെ കയ്യിലേക്ക് വന്നു. ഓക്കെ. സോ ഇതിൽ നിന്ന് നമുക്ക് പ്രോഫിറ്റ് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. പ്രോഫിറ്റ് 2000 നിന്ന് 1200 പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 800. നമ്മുടെ പ്രോഫിറ്റ് 800 ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റി. ഇതാണ് സിംപിളി എന്തെന്ന് പറയുന്നത്, അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പം ഈ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത്, നമ്മുടെ കമ്പനിയിൽ നടന്ന ട്രാൻസാക്ഷൻസ് നമ്മളിവിടെ റെക്കോർഡ് ചെയ്തു. ദെൻ ഈ റെക്കോർഡ് ചെയ്ത ട്രാൻസാക്ഷൻ നമ്മളിവിടെ കൊണ്ട് ക്ലാസിഫൈ ചെയ്തു. ദെൻ ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റി, പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ പറ്റി. നമ്മൾ സമ്മറൈസ് ചെയ്തു. സോ ഇതാണ് മെയിൻലി അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസിനെ റെക്കോർഡ് ചെയ്യുന്നതും ക്ലാസിഫൈ ചെയ്യുന്നതും അതുപോലെ തന്നെ സമ്മറൈസ് ചെയ്യുന്നതുമായിട്ടുള്ള ഈ ഒരു പ്രോസസ്സ്, അല്ലെങ്കിൽ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, അക്കൗണ്ടിങ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇനി ഈ അക്കൗണ്ടിങ്ങിൻ്റെ താഴെ വരുന്ന 2 സബ് ഡിവിഷൻസാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങും. ഇനി അടുത്ത് അതെന്താണെന്ന് നോക്കാം. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഇൻഫർമേഷൻസ് ഇല്ലേ, ആ ഇൻഫർമേഷൻസ്, അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയിലെ ബിസിനസ് ട്രാൻസാക്ഷൻസ്, നേരത്തെ പറഞ്ഞതാ ഈ സംഭവങ്ങളെല്ലാം, ഇതിൻ്റെ ബേസിസിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ ഇൻഫർമേഷൻസിൻ്റെ ബേസിസിൽ
നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യും. ഓക്കെ, എന്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നുള്ളതും എന്തൊക്കെ തരത്തിലുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട് എന്നുള്ളതൊക്കെ വേറെ തന്നെ ഒരു കണ്ടൻ്റായിട്ട് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട്. സോ ഈ ഇൻഫർമേഷൻസിൻ്റെ ബേസിസിൽ നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യും. ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ എന്തിനാണ് ആക്ച്വലി പ്രിപ്പയർ ചെയ്യുന്നത്? നമ്മുടെ കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷനും പെർഫോമൻസും കാണിക്കാൻ വേണ്ടിയിട്ടാണ് FS പ്രിപ്പയർ ചെയ്യുന്നത്. സോ ഇതാണ് മെയിൻലി എന്ത് പറയുന്നത്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇവിടെ പറയുന്നുണ്ട് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഹിസ്റ്റോറിക്കൽ ഡേറ്റ. യെസ്, കഴിഞ്ഞ കാര്യങ്ങളെ പറ്റിയിട്ടല്ലേ, അതിൻ്റെ ബേസിസിലല്ലേ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. നമുക്ക് എത്ര ചിലവ് വന്നു, എത്ര സെയിൽസ് നടന്നു, അതൊക്കെ കഴിഞ്ഞ കാര്യമാണ്. സോ ആ കഴിഞ്ഞ കാര്യം നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ ബേസിസിൽ, ആ ഇൻഫർമേഷൻസിൻ്റെ ബേസിസിൽ ഫിനാൻഷ്യൽ പൊസിഷൻസും പെർഫോമൻസും കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നു. അതാണ് നമ്മുടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. ഈ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് മെയിൻലി എക്സ്റ്റേണൽ യൂസേഴ്സിന് വേണ്ടിയിട്ടാണ്. ആരൊക്കെയാണ് യൂസേഴ്സ്, എന്താണ് എക്സ്റ്റേണൽ ഇൻറ്റേർണൽ യൂസേഴ്സ് എന്നുള്ളതും ടോപ്പിക്സ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. രണ്ടാമത്തതാണ് ഈ അക്കൗണ്ടിങ്ങിൻ്റെ രണ്ടാമത്തെ സബ് ഡിവിഷനാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമില്ല, നമ്മുടെ കമ്പനിയുടെ മാനേജറിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. അതിനെയാണ് ഈ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊരു എക്സാമ്പിൾ വെച്ച് പറയുവാണെന്നുണ്ടെങ്കിൽ, നേരത്തെ നമ്മളൊരു കേക്ക് ഷോപ്പ് പറഞ്ഞില്ലേ, ആ കേക്ക് ഷോപ്പിൽ ഒരു എംപ്ലോയി ഉണ്ടെന്ന് വിചാരിക്കുക. ഇത് ഞാനാണ് ഓണർ. സോ ഞാനാണ് ഇതിലെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്ന ആൾ. സോ എനിക്കൊരു സ്റ്റാഫ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, എൻ്റെ കമ്പനിയിൽ ഒരു സ്റ്റാഫ് ഉണ്ട്, ഞാൻ അപ്പോയിൻ്റ് ചെയ്ത ഒരാൾ. സോ ആ ആൾ എന്ത് ചെയ്തിട്ടുണ്ട്, മാർക്കറ്റ്സിലെ ട്രെൻഡൊക്കെ നോക്കിയപ്പോഴത്തേനും ഇപ്പം ഡ്രീം കേക്ക്സിന് ഭയങ്കര ഡിമാൻഡാണെന്നുള്ളത് മനസ്സിലായി. ഓക്കെ, ഡ്രീം കേക്ക്സിന് ഭയങ്കര ഡിമാൻഡാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് പുള്ളിക്കാരത്തി എന്ത് ചെയ്തു, ഇതിൻ്റെ അതായത് ഈ ഒരു ഡ്രീം കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി വരുന്ന കോസ്റ്റ്, അതുപോലെ തന്നെ അത് നമുക്ക് എത്ര രൂപയ്ക്ക് സെല് ചെയ്യാൻ വേണ്ടി, അതായത് നോർമലി ബാക്കിയുള്ള ആൾക്കാർ എത്ര രൂപയ്ക്കാണ് സെല് ചെയ്യുന്നത്, സെല്ലിംഗ് പ്രൈസ്, ഇതുപോലെയുള്ള കാര്യങ്ങൾ, ഇതുപോലത്തെ ഇൻഫർമേഷൻസ് എന്ത് ചെയ്യുന്നു, എനിക്ക് കൊണ്ട് തരും. ഇൻഫർമേഷൻസ് നമ്മുടെ ഓണറായ എൻ്റെ കൊണ്ട് തരും. ഇങ്ങനെ ഡിസിഷൻസ്, എന്നിട്ട് ഈ ഇൻഫർമേഷൻസിൻ്റെ ബേസിസിലായിരിക്കും ഞാൻ എന്ത് ചെയ്യുന്നത്, ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനൊരു ഡ്രീം കേക്ക് എന്ന് പറയുന്ന കാര്യം നല്ലപോലെ പൊക്കോണ്ടിരിക്കുവാണ്. സോ ഞാനും എന്ത് ചെയ്യാം, ഡ്രീം കേക്ക് ഉണ്ടാക്കാം, കോസ്റ്റ് എങ്ങനെയൊക്കെ കുറയ്ക്കാം, എത്ര രൂപ വരെ എനിക്ക് സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെയുള്ള ഫുള്ളി ഡിസിഷൻ എടുക്കുന്നത് ഞാനാണ്. സോ ആ ഡിസിഷന് വേണ്ടിയിട്ടുള്ള ഈ ഇൻഫർമേഷൻസ് തന്നത് എൻ്റെ ഈ എംപ്ലോയി. സോ ഇതാണ് ആക്ച്വലി മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത് ഒരു നോൺ ഫിനാൻഷ്യലും ഇതൊരു ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് ആണ്. സോ ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു, മാനേജേഴ്സിന് കൊടുക്കുന്നു. എന്തിന്, ഡിസിഷൻസ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് മെയിൻലി മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് ഫ്യൂച്ചർ ഓറിയൻറ്റഡ്. യെസ്, ഇനി ഡ്രീം കേക്ക് കൊടുക്കണോ വിൽക്കണോ വേണ്ടയോ എന്ന് ഡിസൈഡ് ചെയ്യണ്ടേ. സോ ഇറ്റ്സ് ഫ്യൂച്ചർ ഓറിയൻറ്റഡ്. സോ ഇത് ബേസിക്കലി ഇൻറ്റേർണൽ യൂസേഴ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇതാണ് മാനേജ്മെൻറ്റ് ആൻഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നും ഇല്ല, നമ്മുടെ കമ്പനിയിലുള്ള ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ട്രാൻസാക്ഷൻസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, റെക്കോർഡ് ചെയ്യുന്നു, അതുപോലെ തന്നെ ക്ലാസിഫൈ ചെയ്യുന്നു, അത് സമ്മറൈസ് ചെയ്യുന്നു. ബേസിക്കലി ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്യുന്ന പരിപാടിയാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അങ്ങനെ പ്രോപ്പർലി നമ്മൾ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഇൻഫർമേഷൻസിൻ്റെ ബേസിസിൽ നമ്മൾ എന്ത് ചെയ്യും, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യും. അതാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി
ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് മാനേജേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നു. എന്തിന്? ഡിസിഷൻസ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അതാണ് ബേസിക്കലി മാനേജ്മെന്റ് അക്കൗണ്ടിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് അക്കൗണ്ടിങ് ആൻഡ് അക്കൗണ്ടിങ്ങിന്റെ സബ് ഡിവിഷൻസ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങും.